ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച്. നമുക്കറിയാം അതൊരു +2 ലെവൽ എക്സാം ആണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു +2 ലെവൽ എക്സാം ആണ്. അതിൻ്റെ വിജ്ഞാപനം ഈ ഡിസംബറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ജനുവരിയിൽ ഉണ്ടാവും. ജനുവരിയിലോ ഡിസംബറിലോ ഇതിൻ്റെ വിജ്ഞാപനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നെയിം ഏതാണ്? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്നാണ് പോസ്റ്റിൻ്റെ നെയിം. അപ്പോൾ ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യുക, ലീഗൽ മെട്രോളജി ഈ അളവ് തൂക്ക സമ്പ്രദായത്തിൽ ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന് ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ലീഗൽ മെട്രോളജിയാണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ നിലവിൽ 27,900 മുതൽ 63,000 വരെയാണ്. ചിലപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ പോസ്റ്റ് നെയിം വരുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്നാണ്. ഡിപ്പാർട്ട്മെന്റ് നെയിം വരുന്നത് ലീഗൽ മെട്രോളജി എന്നാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,000 വരെയാണ്. അപ്പോൾ പലരുടെയും സംശയമാണ്, +2 ലെവൽ വിളിക്കുന്നത് കൊണ്ട്, എല്ലാ യൂണിഫോം പോസ്റ്റിൻ്റെ കൂടെ വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇതും ഒരു യൂണിഫോം പോസ്റ്റാണോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ആണോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇൻസ്പെക്ടർ തന്നെയാണ്, ഇൻസ്പെക്ടിങ് തന്നെയാണ് ജോലി, പക്ഷേ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല. അതുപോലെ ഫിസിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ വേക്കൻസികൾ കഴിഞ്ഞ തവണ വിളിച്ചത് ഏതാണ്ട് 43 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. പക്ഷെ അന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ തവണ 8 വേക്കൻസി ആയിരുന്നു, പക്ഷെ 43 പേർക്ക് അഡ്വൈസും പോയി. അപ്പോൾ അതുപോലെ തന്നെ ഒരു 10-40 വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2026-27 സമയത്തൊക്കെ ഇതിന് അഡ്വൈസും വരും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്, ഈ +2 ലെവൽ പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ സിലബസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. പിന്നെ 20 മാർക്കിന് നമുക്ക് സിലബസ്, ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് സിലബസുകളും കാണും. 20 മാർക്കിൻ്റെ സിലബസുകളും കാണും. അപ്പോൾ നാളെ നമുക്ക് ഈ ഡീറ്റെയിൽ സിലബസുകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2020 കാറ്റഗറി നമ്പർ വന്നത് 274 ആയിരുന്നു. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2020 274 കാറ്റഗറി നമ്പറിലായിരുന്നു. അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി അന്ന് റിപ്പോർട്ട് ചെയ്ത് 8 വേക്കൻസിയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അഡ്വൈസ് പോയത് 43 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. 43 പേർക്കാണ് നമ്മുടെ ജനുവരി വരെ 2023 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്നും 43 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 8 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്, പക്ഷെ 43 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ പറയുന്ന ലീഗൽ മെട്രോളജി എന്നാൽ എന്താണ്? അതുപോലെ ലിസ്റ്റിന്റെ കാലാവധി 2026 ജനുവരി വരെ ഉണ്ടാവും. ലിസ്റ്റിന്റെ കാലാവധി 2026 ജനുവരി വരെയാണ് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. അപ്പൊ തീർച്ചയായും ആ ഒരു ലിസ്റ്റ്, ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് ഒരു 3 വർഷത്തേക്കാണ് ലിസ്റ്റുകൾ വരിക, അല്ലെ? ഇപ്പൊ 2023 വന്ന ലിസ്റ്റ് 2026 ജനുവരി ലിസ്റ്റിന്റെ കാലാവധി കാണും. അപ്പൊ 2026 ശേഷം പുതിയ ലിസ്റ്റ് എന്തായാലും വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2024-ലോ 2025-ലോ നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ ഒരു 6-7 മാസം പരീക്ഷയ്ക്ക് സമയം കൊടുത്ത് 26 ഫെബ്രുവരിയിലോ മാർച്ചിലോ വല്ല പുതിയ ലിസ്റ്റ് നിലവിൽ വന്നേ പറ്റൂ. അപ്പോൾ നമുക്ക് 2024 ഡിസംബറിലോ അല്ലെങ്കിൽ 2025-ലോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു എക്സാം കാണും. നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോഴേ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഹാർഡ് വർക്ക്, ഒരു നല്ല ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് സിലബസ് അറിഞ്ഞ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ 2027 ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റായി മാറും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇനി ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്.
+2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് നമുക്കറിയാം 36 വയസ്സ് വരെയാണ്. 18 മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് വരുന്നത്. അതിൽ OBCക്ക് ആണെങ്കിൽ 3 വർഷവും SC/STക്ക് ആണെങ്കിൽ 5 വർഷവും വയസ്സ് ഇളവ് വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ തവണ കട്ട് ഓഫ് എന്ന് പറഞ്ഞ 24 പോയിന്റ് ആയിരുന്നു. അപ്പോൾ 24 പോയിന്റ് ആയിരുന്നു കട്ട് ഓഫ്, കഴിഞ്ഞ തവണ കട്ട് ഓഫ്. അതുപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് എത്രയാണ്? ഇതാണ് +2 ലെവൽ എക്സാം ആണ്. അതുപോലെ ഈ +2 ലെവൽ മറ്റ് യൂണിഫോം പോസ്റ്റുകളിലെ വിളിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും സംശയമാണ്, ഫിസിക്കൽ ഉണ്ടോ? അതും പേര് തന്നെ ഒരു ഇൻസ്പെക്ടറും ഉണ്ട്, ഫിസിക്കൽ ഉണ്ടോ? പക്ഷേ ഫിസിക്കലൊന്നുമില്ല, യൂണിഫോം പോസ്റ്റുമല്ല, അളവ് തൂക്ക സമ്പ്രദായത്തിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണ്. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവ് ലഭിക്കും. OBC ആണെങ്കിൽ 3 വർഷം ഇളവ് ലഭിക്കും. അതുപോലെ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേഷനറി കടയിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചെന്നിരിക്കട്ടെ, അതിന് അളവിൽ ചെറിയ വ്യത്യാസം നമുക്ക്, ഇപ്പം നമ്മൾ 1 കിലോ സാധനം വാങ്ങിയെങ്കിൽ നമുക്ക് 1/2 കിലോയെ കിട്ടിയുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പരാതി കൊടുക്കാം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ പരാതി കൊടുക്കാം. ഇതാണ് അവരുടെ ഒരു ജോലിയുടെ പ്രത്യേകത. അപ്പം ഇൻസ്പെക്ടർ, നല്ലൊരു ഇൻസ്പെക്ടർ, നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ ആയിരിക്കും. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക എന്നാണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള എല്ലാ നോട്ടുകളും അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ AZB അക്കാദമി ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇനി PSC നടത്തുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും അതിന് വേണ്ടിയുള്ള എല്ലാ നോട്ടുകളും, അതുപോലെ ഫ്രീ ആണെങ്കിൽ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി പെയ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഫ്രീയിൽ നമുക്കറിയാം വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പെയ്ഡ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിക്ക് തയ്യാറാക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ നോട്ടുകളും അതുപോലെ ക്ലാസ്സുകളും എല്ലാം ആപ്ലിക്കേഷനിൽ ലഭ്യമായിരിക്കും. അതുപോലെ ഡെയിലി കറണ്ട് അഫെയറും അതുപോലെ വീക്ക്ലി കറണ്ട് അഫെയറും മന്ത്ലി കറണ്ട് അഫെയറും ഒക്കെ ഇതിനകത്ത് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ടുകൾ കിട്ടുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണും. ഇപ്പം എല്ലാവർക്കും ഒന്നും വീട്ടിലിരുന്നുകൊണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് യഥാസമയത്ത്, നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇനി 24 മണിക്കൂറും നിങ്ങൾക്കൊരു മെൻറ്ററിനെ കിട്ടും. നിങ്ങളുടെ ഏത് സംശയവും ദൂരീകരിക്കാൻ വേണ്ടി ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ തന്നെ കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അത്യാവശ്യം മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ലഭ്യമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കോഴ്സ്. ഈ ഡിസംബറിൽ നമുക്കറിയാം 10ാം ക്ലാസ് ലെവലും അതുപോലെ +2 ലെവലും അതുപോലെ ഡിഗ്രി ലെവലും എക്സാമുകളെല്ലാം ഈ ഒരു ഡിസംബറിൽ വിളിക്കും, അല്ലെങ്കിൽ ജനുവരിയിലായിട്ട് വിളിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് നല്ല രീതിയിൽ ജോലി വാങ്ങി ജീവിതം സെറ്റാക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണും. അതുപോലെ SCRT NCRT ചാപ്റ്ററുകൾ അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു നല്ല ടൈം ടേബിൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു തരും. അപ്പോൾ ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനും നമുക്ക് ആവശ്യം എന്താണ്? ഒരു നല്ല ടൈം ടേബിളാണ്, ചിട്ടയായ പഠനമാണ്. ചില വീട്ടമ്മമാരാണെങ്കിൽ അവർക്കിപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് വീട്ടിലെ ജോലി കാണും, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം, അങ്ങനെ പല പല കാര്യങ്ങളാണ് അവർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായി ടൈം ടേബിൾ കാണും. ഇനി പുറത്തേക്ക് പോകുന്നവർ, ജോലിക്ക് പുറത്ത് പോകുന്നവർക്കാണ് അവർക്ക് നമുക്കൊരു പ്രത്യേക ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി അതല്ല, ഈ എക്സാം മാത്രമാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ നമുക്കൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ ഏതൊരു എക്സാമിനെയും നമുക്ക് വരുതിയിൽ വരുത്താൻ കഴിയും.
അപ്പോൾ ഈ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 2499 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ് വാലിഡിറ്റി വരുന്നത്. ഇനി അതല്ല എൻ്റെ കൂപ്പൺ കോഡായ ധന്യ20 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസിൽ ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അപ്പോൾ ലീഗൽ മെട്രോളജി, ഒരുപാട് പേരുടെ സംശയമായിരുന്നു ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനെ കുറിച്ച്. അപ്പോൾ അവർക്ക് ആ ഒരു സംശയമൊക്കെ മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും നമുക്ക് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോൾ ലീഗൽ മെട്രോളജി നമുക്കറിയാം, അളവ് തൂക്ക സമ്പ്രദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ലീഗൽ മെട്രോളജി. അളവ് തൂക്കത്തിൻ്റെ സമ്പ്രദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ആണ് അല്ലേ. അതുപോലെ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റിൻ്റെ പേര് വരുന്നത്. ഇൻസ്പെക്ടറെ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഏതാണ്? ലീഗൽ മെട്രോളജി ആണ്. സ്കെയിൽ ഓഫ് പേ, നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് അല്ലേ. 27,900 ആണ് ബേസിക് വരുന്നത്. അതുപോലെ 63,000 വരെ നീളം. അപ്പോൾ ഇത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില ചേഞ്ചുകളൊക്കെ വരാം, കാരണം ഇത്രയും നാളുണ്ട്. ഇപ്പോൾ 2027 ആവും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും അല്ലെങ്കിൽ ജോലിയും ഒക്കെ ആവാൻ. അപ്പോൾ അപ്പോഴത്തേക്ക് കുറേശ്ശെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റും, എന്തായാലും കുറയില്ല, കൂടുകയേ ഉള്ളൂ. അപ്പോൾ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇപ്പോൾ നിലവിൽ 27,900 ആണ്. അതുപോലെ 63,000 ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വിളിച്ചത് നോട്ടിഫിക്കേഷൻ വന്നത് 2020 274ാമത്തെ കാറ്റഗറി നമ്പറായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി അന്ന് റിപ്പോർട്ട് ചെയ്തത് 8 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് 8 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ 43 പേർക്കാണ് അഡ്വൈസ് പോയത്. OECന്ന് 25 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. EWSCന്ന് 26 പേർക്കാണ് അഡ്വൈസ് പോയത്. STന്ന് 4 പേർക്കാണ് പോയത്. അതുപോലെ മുസ്ലിമിന്ന് 1 എണ്ണമാണ് പോയത്. LCന്ന് 4 പേർക്ക് പോയി. OBCന്ന് 27 പേർക്കാണ് അഡ്വൈസ് പോയത്. അതിൽ വിശ്വകർമ്മയിൽ ഒരാൾക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ, അതുപോലെ DA എന്ന 3 പേർക്കാണ് പോയത്. ടോട്ടൽ 43 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. 43 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ തവണത്തെ മാർക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏതാണ്ട് 74 പോയിന്റ് ആയിരുന്നു. 74-75 ആ ഒരു ലിമിറ്റിനകത്തായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം നല്ലൊരു പോസ്റ്റാണ്. കട്ട് ഓഫ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയേക്കാം അല്ലേ. അപ്പോൾ കട്ട് ഓഫ് കൂടെക്കോട്ടെ, നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പം നല്ലൊരു പോസ്റ്റാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രമോഷൻ സാധ്യത എന്ന് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പ്രമോഷൻ സാധ്യത എന്ന് പറയുന്നത് ഗ്രേഡുകളാണ്. അല്ലാതെ വേറെ പോസ്റ്റിലേക്ക് നമ്മൾ ഇൻസ്പെക്ടറായി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പോകുന്നില്ല. ഓരോ ഗ്രേഡുകൾ ഇങ്ങനെ കൂടി വരും. ഗ്രേഡുകൾ കൂടി വരുന്നു. അതുപോലെ നമ്മുടെ സാലറി എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഇനി നിങ്ങൾ ഫിസിക്സ് ബേസ് ചെയ്ത് ഒരു MSCയോ അല്ലെങ്കിൽ BSCയോ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. കാരണം +2 ലെവലാണ് എക്സാമിൻ്റെ ഇത് വരുന്നത്, യോഗ്യത വരുന്നത്. എന്നാൽ പ്രൊമോഷൻ സമയത്ത് ഈ പറയുന്ന അതിന് കുറച്ച് സമയം, ചിലപ്പോൾ 10 വർഷമൊക്കെ എടുത്തെന്നിരിക്കും. ആ ഒരു ഫിസിക്സ് ബേസോ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് നമുക്ക് വേറെ അധികം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫിസിക്സ് BSc ഫിസിക്സോ MSc ഫിസിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ സാധ്യത ഒരു 10 വർഷം കഴിയും വേറൊരു പോസ്റ്റിലേക്ക് പോകാൻ. എന്നിരുന്നാലും ഈ പറയുന്ന പെട്ടെന്ന് ഇപ്പം LDC പെട്ടെന്ന് UD ആവുന്നത് പോലെ ലീഗൽ മെട്രോളജി അസിസ്റ്റൻ്റായി ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇൻസ്പെക്ടർ ആകാൻ കഴിയില്ല. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ കിട്ടുക ഗ്രേഡുകളായിട്ടാണ്. പിന്നെ സാലറിയിൽ കൂടി വരും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാം ഈ 2024 ഡിസംബറിലോ അല്ലെങ്കിൽ 25-ലോ എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. 2026 ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് 2026 ജനുവരിയിൽ ക്യാൻസലാവും. നിലവിലുള്ള ലിസ്റ്റ് 2026 ജനുവരിയിൽ ക്യാൻസലാവും. അപ്പോൾ എന്തായാലും ജനുവരി ക്യാൻസൽ ആകുമ്പോൾ, ഈ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 26-ന് ശേഷം മറ്റൊരു ലിസ്റ്റ് എന്തായാലും വേണം.
അപ്പോൾ അതിനുവേണ്ടി PSC എന്തായാലും ഈ ഒരു ജനുവരിയിലോ അല്ലെങ്കിൽ ഈ 2024 ഡിസംബറിലോ എന്തായാലും നോട്ടിഫിക്കേഷൻ വിളിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും വിളിക്കും. കാരണം 26 ജനുവരിക്ക് ശേഷം ലിസ്റ്റ് നിലവിൽ വരണം. അല്ലെങ്കിൽ 27 ആകുമ്പോഴത്തേന് അഡ്വൈസും അപ്പോയിൻമെൻറ്റും ഒക്കെ പോയേ പറ്റൂ. അപ്പോൾ എന്തായാലും ഇത് വിളിക്കും. അപ്പോൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് പഠിച്ചങ്ങ് തുടങ്ങുക. ഇതിൻ്റെ സിലബസ് ഡീറ്റെയിൽ സിലബസുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആ സിലബസ് അറിഞ്ഞിട്ട് ഒരു ചിട്ടയായ പഠനമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ ASB അക്കാദമി കൂടെ തന്നെയുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു സ്വപ്നം അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിംഗ് അസിസ്റ്റന്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ASBയുടെ അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനെയും വരുതിയിലാക്കാൻ വരത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ക്ലാസ്സുകൾ കാണും, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ കാണും. അതുപോലെ ഓരോന്നിൻ്റെയും PDF നോട്ടുകളായിട്ട് തരും. പിന്നെ ഡെയിലി എക്സാമുകൾ കാണും. നമ്മൾ തലേന്ന് പഠിപ്പിച്ചതിൻ്റെ ആ ഒരു പാർട്ടിൻ്റെ എക്സാം എന്തായാലും നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാവും. അതുപോലെ ഡെയിലി കറണ്ട് അഫെയറും അതുപോലെ വീക്കിലി കറണ്ട് അഫെയറും അതുപോലെ മന്ത്ലി കറണ്ട് അഫെയറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ASB അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാം. അതുപോലെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള ഈ ഒരു കോഴ്സ്. നമുക്കറിയാം ഈ ഡിസംബറിൽ ഈ ഒരു എക്സാം എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇതും ഇതുപോലെ 2026-27 സമയമൊക്കെ ആകുമ്പോഴത്തേന് അഡ്വൈസും അതുപോലെ അപ്പോയിൻമെൻറ്റും ഒക്കെ പോകേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് PSC നിങ്ങളുടെ മുന്നിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. യൂണിഫോം പോസ്റ്റുകൾ എല്ലാം വിളിക്കും ഈ പറയുന്ന ഡിസംബറിൽ. അതുപോലെ 10ാം ക്ലാസ് ലെവൽ എക്സാം വില്ലേജ് മാൻ ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമുകളും ഈ ഡിസംബറിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അതുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു വലിയൊരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. ഇതിന് നമുക്കറിയാം, നമുക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻ ഉണ്ട്, പിന്നീട് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രാക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് ഒരുക്കിയിരിക്കുന്നത്. ഡെയിലി ക്ലാസ്സുകൾ കാണും. ഡെയിലി ക്ലാസ്സുകൾ ഇനി ലൈവ് ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഉചിതമായ സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉചിതമായ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം. ഇനി അതിലെന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്റർ കൂടെ തന്നെ കാണും. നിങ്ങൾക്ക് ഏത് നിമിഷവും 24 മണിക്കൂറും മെൻറ്റർ നിങ്ങളുടെ കൂടെ തന്നെ കാണും. പിന്നെ നമുക്ക് ആവശ്യം സ്കൂൾ പാഠപുസ്തകങ്ങളാണ് അല്ലേ. അപ്പോൾ SCERT പുസ്തകങ്ങളും അതുപോലെ +2 ലെവൽ പുസ്തകങ്ങളും NCERT പുസ്തകങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ എല്ലാം ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളും അതുപോലെ PDFകളും ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, നമ്മൾ ഓരോ ദിവസവും മോക്ക് ടെസ്റ്റ് ചിലപ്പോൾ 1ൽ കൂടുതൽ കാണും, ചിലപ്പോൾ 2ൽ കൂടുതൽ കാണും. ഇതെല്ലാം എഴുതി ശീലിക്കുക. മോക്ക് ടെസ്റ്റ് ഇല്ലാതെ ഒരു എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ സിലബസ് അനുസരിച്ച് എന്തായാലും മോക്ക് ടെസ്റ്റുകൾ എഴുതിയേ പറ്റും. പിന്നെ നമുക്ക് ആവശ്യം ചിട്ടയായ ഒരു പഠനമാണ്. വെറുതെ വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്നും കുറേ യൂട്യൂബ് കണ്ടു, കുറേ മറ്റ് ആപ്ലിക്കേഷൻ കണ്ടു, കുറേ ടെലിഗ്രാം ചാനൽ കണ്ടു, അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ വായിച്ചു, ഇങ്ങനെയൊന്നും പഠിക്കാതെ ഒരു ചിട്ടയായ പഠനക്രമം. നമ്മൾ ഏത് രീതിയിലും പഠിക്കാം, പക്ഷെ എന്തു പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം? നമുക്കൊരു ചിട്ടയായ പഠനക്രമം വേണം. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുക, അപ്പോൾ അതിന് 1 മണിക്കൂർ ഇന്നത് പഠിക്കുക, അതിനുശേഷം ഈ അടുത്ത മണിക്കൂറിൽ ഞാൻ ഇന്നത് പഠിക്കും. അങ്ങനെ ആ ഒരു ചിട്ടയായ പഠനക്രമം നമുക്ക് എന്തായാലും ആവശ്യമാണ്. അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. കാരണം നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെ പഠിക്കണം, പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ ഇതെങ്ങനെ ഏത് രീതിയിൽ ഇത് പഠിച്ചെടുക്കാം, അല്ലെ എത്ര മണിക്ക് ഇരിക്കണം, അല്ലെ എത്ര നേരം പഠിക്കണം. അതുപോലെ പുറത്ത് പോകുന്നവർ കാണും, ജോലിക്ക് പോകുന്നവർ കാണും. അപ്പോൾ അവർക്കൊക്കെ എത്ര മണിക്ക് അല്ലെങ്കിൽ ഏത് സമയത്തിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ എത്ര നേരം പഠിക്കണം, അങ്ങനെയുള്ള ഒരു ക്രമം ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതല്ല, ചില കുട്ടികളുണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തേ പറ്റൂ, നമുക്ക് PSC ആണ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ ഒരു സമയം മറ്റുള്ളവർ ജോലിക്ക് പോയി അല്ലെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ടാണ് അവർ പഠിക്കാൻ സമയം കിട്ടുന്നത്. അവർക്ക് സമയം കുറവുള്ളവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷ പഠിച്ച് ജോലി വാങ്ങുക എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ നിങ്ങൾക്കുള്ളൂ.
അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളും ആ ഒരു നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ഡെയിലി ആ ഒരു സമയത്തിരുന്ന് പഠിക്കുക. എന്നാൽ അതിൻ്റെ കൂടെ നമ്മുടെ മറ്റു കാര്യങ്ങൾ കൂടെ ചെയ്തേ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ എല്ലാ ഓൺലൈൻ ചാനലുകളും അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലും ഒക്കെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് എഴുതുക. അതുപോലെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അങ്ങനെയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ കാണും. ഇതൊക്കെ എഴുതുക, എഴുതി നോക്കുക. കാരണം ഇപ്പോഴത്തെ പാറ്റേൺ മൊത്തം മാറി. PSC ഈ പാറ്റേൺ ഫുൾ അങ്ങ് മാറ്റി. ഏതൊരു എക്സാമിനായാലും ഇവർ എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ ടഫാണ് ചോദിക്കുക. നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്നിനെ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. അതിപ്പോൾ കറണ്ട് അഫെയർ ആയിക്കോട്ടെ, ജനറൽ നോളജ്, ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, അങ്ങനെ എന്തും ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് വരുതിയിൽ വരുത്തിയേ പറ്റും. അതിന് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാതിരിക്കരുത്, എഴുതി ശീലിക്കുക. അതുപോലെ OMR എക്സാം, OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആണ്. ഇത് എടുത്തു വെച്ച് നിങ്ങൾ ഈ OMR എഴുതി ശീലിക്കുക. സമയം കൂടെ നോക്കുക. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഈ വായിച്ച് നമ്മളിരിക്കും, നമ്മുടെ സമയം അവിടെ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഈ പറയുന്ന OMR തന്നെ നിങ്ങൾ ടെസ്റ്റ് പരീക്ഷകൾ എഴുതി വീട്ടിലിരുന്ന് തന്നെ ശീലിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ASLB ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എൻ്റെ കൂപ്പൺ കോഡായ ധന്യ20 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലീഗൽ മെട്രോളജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് നാളെ വിശദീകരിച്ച സിലബസുമായിട്ട് ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.